മോട്ടിവേഷനുകൾ നമുക്ക് ജീവിതവിജയത്തിനുള്ള ഒരു താൽക്കാലിക ഊർജം തരുമെങ്കിലും കഴിവും കഠിനാധ്വാനവും അല്പം ഭാഗ്യവുമില്ലാതെ നമുക്കൊന്നും നേടാനാവില്ല. ഉയർന്ന ജീവിതവിജയം നേടിയ ആളുകളുടെ ജീവിതത്തിൽ മോട്ടിവേഷനുള്ള പങ്ക് തുച്ഛമാണെന്ന് കാണാം. എന്നാൽ അവരുടെ വിജയത്തിൽ പോസിറ്റിവിറ്റിയുടെ പങ്ക് തീർച്ചയായും ഉണ്ടാകും. മോട്ടിവേഷൻ വീഡിയോകൾ ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ്. നെഗറ്റീവ് അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ബ്രെയിനിനെ ഒരു ഡോപ്പാമൈൻ ബ്ലൂസ്റ്റ് കൊടുത്ത് അത് പലതവണ ചാർജ് ചെയ്യും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിനു വേണ്ട ഒരു ആക്ഷനിലേക്ക് നീങ്ങാത്ത പക്ഷം ബ്രെയിൻ ഹാപ്പി ഹോർമോൺസിന്റെ ബൂസ്റ്റിംഗിൽ മാത്രം തൃപ്തിപ്പെടുകയും നിങ്ങളെ ആക്ഷനിലേക്ക് പോകുന്നത് തടയുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കൊണ്ട് ഉപകാരമുണ്ടായതുമില്ല, ദോഷം സംഭവിക്കുകയും ചെയ്തു. ഇത് മോട്ടിവേഷനുകളെക്കുറിച്ച് പൊതുവെ പറഞ്ഞതാണ്. പക്ഷെ പറയാൻ വന്ന വിഷയം അതല്ല. അതിനേക്കാൾ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന സെൽഫിഷ് മോട്ടിവേഷനുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മോട്ടിവേഷൻ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ സാമൂഹിക പൊതുബോധത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിവുള്ളവയാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ, സ്വാർത്ഥനായി ജീവിക്കൂ, ജീവിത വിജയം നേടൂ, മനസാക്ഷി മാറ്റിവെക്കൂ എന്നൊക്കെ നിങ്ങളെ ഉപദേശിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. അതീവ ദുഃഖത്തിൽ അല്ലെങ്കിൽ പരാജയത്തിലിരിക്കുന്ന ചില ആളുകൾ സ്വയം കരുതിയിരിക്കുന്നത് തന്റെ സത്യസന്ധതയും നന്മയും കൊണ്ടാണ് എവിടെയും എത്താത്തത് എന്നാണ്. അവർ അതുകൊണ്ടുതന്നെ എളുപ്പത്തിൽ സെൽഫിഷായ മോട്ടിവേഷൻ വീഡിയോകൾക്ക് ആകൃഷ്ടരാവുകയും ചെയ്യും. ഈ മോട്ടിവേഷൻ കൊണ്ട് അവർക്ക് യാതൊരു മൂവ്മെന്റും ഉണ്ടാകുകയുമില്ല, എന്നാൽ അവരുടെ സാമൂഹിക കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറുകയും ചെയ്യും. സെൽഫിഷ് മോട്ടിവേഷനുകൾ തുടർച്ചയായി കേൾക്കുന്നതുമൂലം നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1. എമ്പതി നഷ്ടപ്പെടൽ. സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ വയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് പതിയെ കുറയും. ആദ്യം അത് എനിക്കതിനൊന്നും ടൈമില്ല എന്ന തോന്നലായിരിക്കും. പിന്നീടത് നിങ്ങളുടെ ശീലമായി മാറും. പതിയെ നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങും. എമ്പതി നഷ്ടപ്പെട്ടാൽ ബന്ധങ്ങൾ വെറും ഉപരിപ്ലവമായി തീരും. 2. ബന്ധങ്ങളുടെ തകർച്ച. എല്ലാ തീരുമാനങ്ങളിലും എനിക്കെന്തു ലാഭം എന്ന ചിന്ത വരുമ്പോൾ ആളുകൾ നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തും. ബന്ധങ്ങൾ വെറും ട്രാൻസാക്ഷനായി മാറും. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആളുകൾ ഒപ്പമുണ്ടാകില്ല, കാരണം അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. 3. ബ്രെയിൻ വികാസം തടയുന്നു. എമ്പതി, ഇംപൾസ് കൺട്രോൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സ്ഥിരമായി അവഗണിക്കപ്പെടുന്നു. അതുമൂലം നിങ്ങളുടെ ബ്രെയിൻ താൽക്കാലിക സന്തോഷം തേടാൻ മാത്രം കണ്ടീഷൻ ചെയ്യപ്പെടുന്നു. ഇത് നിങ്ങളുടെ ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ കുറയ്ക്കുന്നു. 4. സ്ട്രെസ് വർദ്ധിക്കൽ. സ്വാർത്ഥ മൈൻഡ്സെറ്റ് ഉള്ളവൻ എപ്പോഴും അലേർട്ടാണ്. ആരെങ്കിലും എന്നെ ചതിക്കുമോ, ഞാൻ ഒറ്റപ്പെടുമോ, എന്റെ ലാഭം പോകുമോ എന്ന ഭയം ബ്രെയിനിനെ തുടർച്ചയായി സ്ട്രെസ് മോഡിൽ വയ്ക്കും. ഇത് ആങ്സൈറ്റിയും ബേൺ ഔട്ടും സൃഷ്ടിക്കും. 5. ഒറ്റപ്പെടൽ. സെൽഫിഷ് മോട്ടിവേഷൻ കൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ മുന്നോട്ട് പോകും. പക്ഷെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളോടൊപ്പം ആരുമുണ്ടാകില്ല. നിങ്ങളുടെ വിജയം ഷെയർ ചെയ്യാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ. ഒരുപാട് വിജയം നേടിയ ശേഷം മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു നോക്കിയേ. 6. ഇമോഷണൽ നംനെസ്. അതായത് മറ്റുള്ളവരുടെ വേദന നിങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വികാരങ്ങളും ക്രമേണ അർത്ഥശൂന്യമാകും. സന്തോഷവും ദുഃഖവും ആഴം കുറഞ്ഞതായി ജീവിതത്തിന് ഡെപ്ത് നഷ്ടപ്പെടും. 7. ഭയവും ഇൻസെക്യൂരിറ്റിയും. നിങ്ങൾ എല്ലാവരെയും ഉപയോഗിക്കാവുന്നവരായി കാണുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ഉപയോഗിക്കും എന്ന സ്ഥിരമായ ഭയം നിങ്ങൾക്കുമുണ്ടാകും. ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ജീവിതം മാനസികമായി നിങ്ങളെ തകർക്കുന്ന ഒന്നാണ്. 8. ഷോർട്ട് ടേം റിവാർഡുകൾ തേടി ശീലിച്ച ബ്രെയിൻ. ദീർഘകാല അനന്തരഫലങ്ങൾ കാണാതെ പോകും. ഇത് കരിയർ, റിലേഷൻഷിപ്സ്, മെന്റൽ ഹെൽത്ത് തുടങ്ങി എല്ലാ കാര്യത്തിലും നഷ്ടം മാത്രം വരുത്തും. 9. ഗിൽറ്റും ഇന്നർ കോൺഫ്ലിക്റ്റും. അതായത് പുറത്ത് കോൺഫിഡന്റായി തോന്നിയാലും ഉള്ളിൽ കുറ്റബോധമുണ്ടാകും. ആ കുറ്റബോധത്തെ അടിച്ചമർത്താൻ ബ്രെയിൻ കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരും. അതുമൂലം ആത്യന്തിക സമാധാനം നഷ്ടപ്പെടും. 10. മെന്റൽ എക്സോസ്റ്റൻ. അതായത് സെൽഫിഷ് മോട്ടിവേഷൻ കേട്ട് ആ കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ടു പോകാൻ ചെയ്യാൻ വലിയ മെന്റൽ എനർജി ആവശ്യമായി വരും. എപ്പോഴും നിങ്ങളുടെ എനർജിയുടെ വലിയൊരു ഭാഗം അതിലെ ശരിതെറ്റുകൾ കണ്ടുപിടിക്കാനും യാഥാർത്ഥ്യം മറയ്ക്കാനും വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. അതും നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. അവസാനം തകർച്ചയും ശൂന്യതയും. സെൽഫ് കെയർ നിങ്ങളെ രക്ഷിക്കും. സെൽഫിഷ് മോട്ടിവേഷൻ നിങ്ങളെ പതിയെ തകർക്കും. നിങ്ങളുടെ വളർച്ച എമ്പതിയോടെ വന്നാൽ മാത്രമേ അതിന് സ്ഥിരതയുണ്ടാകൂ. അപ്പോൾ ഇനി മുതൽ സെൽഫിഷ് മോട്ടിവേഷൻ വേണ്ട, സെൽഫ് കെയർ മോട്ടിവേഷൻ മതി. ഇനിയും ഇതുപോലുള്ള മനഃശാസ്ത്രപരമായ അറിവുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ അധികമാരും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളുമായി വീണ്ടും കാണാം.